ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺകുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കലണ്ടറിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ PSC എക്സാമിന്, SSC, RRB എല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ബേസിക് കൺസെപ്റ്റൊക്കെ പഠിച്ചെടുത്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ നമ്മുടെ എയിം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് കൊടുത്തിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക്സ് ഓഫ് കലണ്ടർ, അതാണ് നമ്മുടെ ഹെഡിങ്. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്താണ്? ഡേയ്സ് ഇൻ എ വീക്ക്. അതെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് എന്താണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കണം. നമുക്ക് കലണ്ടർ പ്രോബ്ലം സോൾവ് ചെയ്യും, ഇതെല്ലാവർക്കും അറിയാലോ. അതിന് നമ്പറിങ് ചെയ്യണം. നമ്പറിങ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസത്തിനും ഇത്ര ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖം കൊടുക്കാൻ. സൺഡേ അല്ലേ തുടങ്ങുന്നത്, സൺഡേക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. മൺഡേ 1 കൊടുക്കാം. ട്യൂസ്ഡേ 2 കൊടുക്കാം. വെനസ്ഡേ 3 കൊടുക്കാം. അതേപോലെ തന്നെ തേഴ്സ്ഡേ വരുമ്പോൾ എന്താണ്? 4, ഫ്രൈഡേ 5, പിന്നെ അതുപോലെ തന്നെ സാറ്റർഡേ 6. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഫസ്റ്റ് ആഴ്ചകളുടെ കാര്യത്തിൽ. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? ഹെഡിങ് കൊടുത്തിട്ടുള്ളത് മന്ത്സ് ആൻഡ് ദെയർ ഡേയ്സ്. അപ്പോൾ നമുക്ക് ഓരോ മാസത്തിലും എത്ര ദിവസങ്ങളുണ്ട് എന്ന് മനസ്സിലായിരിക്കണം. നമുക്ക് ഫസ്റ്റ് 31 ദിവസങ്ങൾ വരുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? 31 ഡേയ്സ്. ജനുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, മെയ് ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്. നമുക്ക് കുറച്ച് നമ്മളൊന്ന് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫെമിലിയർ ആവും 31 ദിവസമുള്ള മാസങ്ങൾ ഏതൊക്കെയാണ്. നമുക്ക് ജസ്റ്റ് അതിനൊരു കോഡ് നോക്കി നോക്കാം. 31 ദിവസങ്ങളുള്ള മാസങ്ങൾ കണ്ടുപിടിക്കാൻ. 31 ഡേയ്സ്. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള കോഡ് ഇങ്ങനെയാണ്: M2 ഓഡ J2. മനസ്സിലായില്ലേ? M2 ഓഡ J2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 31 ദിവസങ്ങളുള്ള മാസങ്ങളുടെ കോഡാണ്. അങ്ങനെ M എന്ന് പറയുമ്പോൾ മാർച്ച്, M2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 M ഉണ്ട്. മാർച്ച്, മെയ് വന്നല്ലോ. നമുക്ക് മാർക്ക് ചെയ്യാം. മാർച്ച്, മെയ്, M2. O എന്ന് പറയുമ്പോൾ ഒക്ടോബർ. D എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസംബർ. പിന്നെ A എന്ന് പറയുമ്പോൾ എന്താണ്? ഓഗസ്റ്റ്. പിന്നെന്താ? 2 J എന്ന് പറയും, J2. ജനുവരിയും വരും, ജൂലൈയും വരും. അപ്പോൾ 31 ദിവസമുള്ള മാസങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം? M2 ഓഡ J2. M2 ഓഡ J2 എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ 31 ദിവസമുള്ളത് കിട്ടിയല്ലോ. അതിൻ്റെ ഇതൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോഡ് എഴുതി വെച്ചിട്ട് ആ എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 30 ദിവസങ്ങളുള്ള മാസങ്ങൾ നോക്കാം. 30 ദിവസങ്ങളുള്ള മാസങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. അതാണ് 30 ദിവസങ്ങളുള്ള. ഇതാകെ 4 എണ്ണല്ലേ വരുന്നുള്ളൂ. എന്നാലും നമുക്ക് അതിനൊരു കോഡ് നോക്കി നോക്കാം. 30 ദിവസങ്ങൾ, 30 ഡേയ്സ്. അതിൻ്റെ നമ്പർ ഏതൊക്കെയാണ് മാസങ്ങൾ വരിക? അതിനുള്ള ഷോർട്ട് കട്ട് എങ്ങനെയാണ്? ജാൻസ്. ജാൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജെ എന്ന് പറയുമ്പോൾ ജൂണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് A എന്ന് പറയുമ്പോൾ ഏപ്രിൽ. അത് കഴിഞ്ഞിട്ട് N നവംബർ, S സെപ്റ്റംബർ. അപ്പോൾ 30 ഡേയ്സ് ഉള്ള മാസങ്ങൾ ഓർത്ത് വെക്കാൻ എന്ത് ചെയ്യണം? ജാൻസ്. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എല്ലാവർക്കും അറിയാം. ഫെബ്രുവരി 29, 28 ഉണ്ടാവും. അതായത് 29 എപ്പോഴാണ് വരിക? അതിവർഷം, അതായത് ലീപ്പ് ഇയർ വരുമ്പോഴാണ് 29 ദിവസം വരിക ഫെബ്രുവരിക്ക്. അതായത് നോർമൽ ഇയർ ആണെങ്കിൽ 28 ദിവസം വരും.
ആ കൺസെപ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. 28 ഓർ 29 വരും ഫെബ്രുവരി. 29 വരുന്നപ്പോഴാണ് ലീപ്പ് ഇയർ വരുമ്പോൾ. അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ലീപ്പ് ഇയർ റൂൾ. എങ്ങനെ നമുക്ക് ലീപ്പ് ഇയർ കണ്ടുപിടിക്കാം? ലീപ്പ് ഇയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ ഇയർ ഈസ് എ ലീപ്പ് ഇയർ ഇഫ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. ഒരു ഇയറിന് ലീപ്പ് ഇയർ ആണെന്ന് പറയണമെങ്കിൽ അതെന്ത് ചെയ്യണം? 4നെ കൊണ്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 4നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആണ്. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇയർ ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇഫ് ഇറ്റ് ഈസ് എ സെഞ്ചുറി ഇയർ. സെഞ്ചുറി ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2000 ആണ്ട് എന്നൊക്കെ പറയൂലേ, ലാസ്റ്റ് 2 0 വരുന്നതാണ് സെഞ്ചുറി ഇയർ. അപ്പോൾ ഒരു സെഞ്ചുറി ഇയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 400. 400നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെന്താണ്? ലീപ്പ് ഇയർ ആണ് സെഞ്ചുറി ഇയറിൻ്റെ കേസിൽ. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ PPT നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 2000 ഈസ് എ ലീപ്പ് ഇയർ ബട്ട് 1900 എന്താണ്? ലീപ്പ് ഇയർ അല്ല. ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 2000 നമുക്ക് 400-ഓടെ ഡിവൈഡ് ചെയ്യാം. ഞാൻ വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ആവശ്യമില്ല എന്നാലും. 2000 400നെ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണ്ടേ? അതായത് സെഞ്ചുറി ഇയർ ആയതുകൊണ്ട് നമുക്ക് 0 ഡയറക്റ്റ് വെട്ടിക്കളയാം. 4 എത്ര വട്ടം പോകും? 5 വട്ടമല്ലേ? 4 5 20. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിളായി. അന്നേരം അതെന്താണ്? ലീപ്പ് ഇയർ ആണ് 2000. അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തത് ലീപ്പ് ഇയർ അല്ല, 1900. അതിന് നമുക്ക് 400നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 കട്ട് ചെയ്തു. 19 എന്തായാലും 4 വട്ടമല്ലേ പോകുന്നു. 4 16 വട്ടമല്ലേ പോകുള്ളൂ. പിന്നെ സിസ്റ്റം വരും. അന്നേരം നമുക്ക് എന്താ? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് ഇത് ലീപ്പ് ഇയർ അല്ല. 1900. ഈ സ്ലൈഡിലെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത സ്ലൈഡിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? അണ്ടർസ്റ്റാൻഡിങ് ഓഡ് ഡേയ്സ്. ഓഡ് ഡേയ്സ് എന്താണെന്ന് നമുക്കറിയില്ല. ഇതുവരെ കേൾക്കാത്തൊരു കൺസെപ്റ്റാണ്. അതിപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഓഡ് ഡേയ്സ് എന്താണ്. ഓഡ് ഡേയ്സ് ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദി ഡേ ഓഫ് ദ വീക്ക് ഫോർ എനി ഡേറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ഓഡ് ഡേയ്സ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം, അത് ഒരു ഡേ, അതായത് ഒരു ഡേറ്റ് തന്നു. ആ ഡേറ്റ് ഒരു വർഷവും തന്നു, മാസവും തന്നു. പക്ഷെ അത് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓഡ് ഡേയ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? 1 നോർമൽ ഇയർ ഈക്വൽ ടു 365 ഡേയ്സ്. നമുക്കറിയാം ഒരു വർഷം എത്ര ദിവസം ഉണ്ടാവും? 365 ദിവസം ഉണ്ടാവും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ? 52 ആഴ്ച കിട്ടും. 52 ആഴ്ചയും ഒരു ദിവസം എക്സ്ട്രാ വരും. അതായത് റിമൈൻഡർ ഒരു ദിവസം വരും. അതാണ് ഓഡ് ഡേ എന്ന് പറയുന്നത്, നോർമൽ ഇയറിൻ്റെ കേസിൽ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ലീപ്പ് ഇയർ ആണെങ്കിൽ ഒരു ലീപ്പ് ഇയർ നോക്കി നോക്കാം. അതിൽ ഒരു ദിവസം കൂടുതൽ വരും. ആ 366 ദിവസം വരും. നമ്മളതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 52 ആഴ്ച നമുക്ക് കിട്ടും. 52 ആഴ്ചയും റിമൈൻഡർ എത്രയാണ് വരിക? 2. അതായത് 2 ഓഡ് ഡേയ്സ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 2 പോയിന്റിൽ നമുക്ക് മനസ്സിലായിരിക്കേണ്ട കാര്യം എന്താണ്? നോർമൽ ഇയർ ആണെങ്കിൽ ഓഡ് ഡേയ്സ് എത്ര വരും? ഒരു ഓഡ് ഡേയ്സ് വരും. അതേപോലെ തന്നെ
ലീപ്പ് ഇയർ ആണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് വരും? 2 ഓഡ് ഡേയ്സ് വരും. ഇതാണ് നമുക്ക് ഈ സ്ലൈഡിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഓഡ് ഡേയ്സ് ഇൻ 100 ഇയർ. 100 വർഷത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? 100 ഇയേഴ്സ്. അതിലെത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 5 ഓഡ് ഡേയ്സ്, 5. അതേപോലെ തന്നെ 200 ഇയറിൽ 3 ഓഡ് ഡേയ്സ്, 300 ഇയറിൽ 1 ഓഡ് ഡേയ്സ്, 400 ഇയറിൽ 0 ഓഡ് ഡേയ്സ്. ഇപ്പോൾ ഈ ഓഡ് ഡേയ്സിൻ്റെ എണ്ണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. എന്തെങ്കിലും ഒരു റിലേഷനോ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? എന്താ നമുക്കിവിടെ കിട്ടുന്നേ? 5, 3, 1, 0. അപ്പോൾ ഒന്ന് എന്താ മനസ്സിലാക്കുന്നത്? 5-ന്ന് 2 പോയാൽ 3, 3-ന്ന് 2 പോയാൽ 1. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 0 അല്ലേ വരുള്ളൂ, 0. പിന്നെന്ത് ചെയ്യും? ഇപ്പം നമ്മൾ അഡീഷണൽ ഒരു ഇയർ ആഡ് ചെയ്തു, അതായത് 500 ഇയർ, 500 വർഷം. അത് ആഡ് ചെയ്യുമ്പോൾ എന്താവും? പിന്നെ ഓഡ് ഡേയ്സ് റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അതായത് 5 ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞ് പിന്നെ വരും. 100 വർഷത്തിൽ ഇപ്പം 5 ഓഡ് ഡേയ്സ് ഉണ്ട്. അതെങ്ങനെ വന്നതെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമുക്കത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതെങ്ങനെ വന്നതെന്ന്. 100 വർഷത്തിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് 100 ഇയേഴ്സിൽ 5 ഓഡ് ഡേയ്സ് എങ്ങനെ വന്നു എന്നാണ്. ഇപ്പം 100 ഇയറിലല്ലേ നമ്മൾ എടുക്കുന്നത്. അന്നേരം എന്ത് ചെയ്യുക? 100-നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലീപ്പ് ഇയർ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. 4-നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീപ്പ് ഇയർ കിട്ടുക. അപ്പം 100-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 എത്ര വട്ടം പോവും? 10-ൽ 2 വട്ടമല്ല പോവുക. അപ്പോൾ 8. പിന്നെ 20 വരും. 20 4 എത്ര വട്ടം പോവും? 5 വട്ടം. 4, 5, 20 അല്ലേ? അപ്പം 5 വട്ടം. 5, 20 കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ നമുക്ക് 25 കിട്ടി. ഈ 25-ന്ന് നമ്മളൊന്ന് മൈനസ് ചെയ്യണം. 25-ന്ന് 1 മൈനസ് ചെയ്ത് എത്രയായി? 24. അപ്പോൾ 24 ലീപ്പ് ഇയർ ആണുള്ളത് 100 വർഷത്തിൽ. 100 വർഷത്തിൽ 24 ലീപ്പ് ഇയർ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയുണ്ടാവും? 76 അല്ലേ? 76 നോർമൽ ഇയറും ഉണ്ടാവും. അതായത് NY എന്ന് കൊടുക്കുക, നോർമൽ ഇയർ, സാധാരണ വർഷം. 100 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടാവും? 24 ലീപ്പ് ഇയർ. നോർമൽ ഇയർ എത്രയാണ്? 76 നോർമൽ ഇയറും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 100 ആയി. പിന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ മനസ്സിലാക്കി ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 2 ഓഡ് ഡേയ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ 24 വർഷത്തിൽ 24 ലീപ്പ് ഇയർ വർഷങ്ങളിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? 24-ൻ്റെ ഇരട്ടി, അതായത് 48 ഓഡ് ഡേയ്സ് ഉണ്ടാവുമല്ലോ. 48 ഓഡ് ഡേയ്സ്. പിന്നെ 76 വർഷം നോർമൽ ഇയർ ആണ്. നോർമൽ ഇയറിൽ എന്തായാലും എന്താണ്? ഒരു ഓഡ് ഡേയ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. ഒരു ഓഡ് ഡേ എന്ന് പറയുമ്പം 76 തന്നെ. 76 ഓഡ് ഡേയ്സ് ഉണ്ടാവും. ഇതിന് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 48 പ്ലസ് 76 ചെയ്യുക. 8ഉം 2ഉം 10, 14 വരൂലേ? ശിഷ്ടം 1. 4ഉം 7ഉം 11, 12 വരും. 124 ഓഡ് ഡേയ്സ് ആണ് ടോട്ടൽ വരിക 100 വർഷത്തിൽ. 124 ഓഡ് ഡേയ്സ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ. 124 / 7. 7 എത്ര വട്ടം പോവും? 1 വട്ടം പോവും. പിന്നെ
10 എന്ത് എഴുതണം? 3 വരും. 3ഉം 2ഉം 5 അല്ലേ? 54 വരും. 54 7 എത്ര വട്ടം പോവും? 1 7 7 7 14 3 7 21 4 7 28 5 7 35 6 7 42 7 7 49. അപ്പോൾ 54 49 49 ബാക്കി സിസ്റ്റം 5 അല്ലേ? റിമൈൻഡർ 5. അപ്പോൾ 17 ഇത് കഴിഞ്ഞിട്ട് ബാക്കി പോയി കഴിഞ്ഞിട്ട് ബാക്കി എത്ര വരുന്നത്? സിസ്റ്റം 5. അതാണ് ഇവിടെ 5 ഓഡ് ഡേയ്സ് എന്ന് വന്നത് 100 വർഷത്തിൽ. അതേപോലെ തന്നെ 200ഉം 300ഉം 400ഉം ഇതേ കൺസെപ്റ്റ് വെച്ചാണ് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അന്നേരം നമുക്കൊരു ലീപ്പ് ഇയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടും. 25 25 കിട്ടും. അതൊന്നും ഒന്ന് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലീപ്പ് ഇയർ ആയി എടുക്കേണ്ടത്. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? നോർമൽ ഇയർ. അപ്പോൾ ലീപ്പ് ഇയറിന് എത്ര ഓഡ് ഡേയ്സ് വരും? 2 ഓഡ് ഡേയ്സ് വരും. അപ്പോൾ 2 ഓഡ് ഡേയ്സ് നമ്മൾ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര ലീപ്പ് ഇയർ ആണുള്ളത് അതിനെ കൊണ്ട് 2 ചെയ്താൽ മതി. അന്നേരം അത് കിട്ടി. പിന്നെ നോർമൽ ഇയർ ഒന്നും ചെയ്യേണ്ട, 1 ഓഡ് ഡേ. അപ്പോൾ നോർമൽ ഇയർ അതും കൂടെ കൂട്ടുക. അത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 ആഴ്ചകളാണല്ലോ ഉള്ളത്. 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി റിമൈൻഡർ കിട്ടും. അതാണ് ഓഡ് ഡേ ആയി വരുന്നത്. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ നോക്കുന്നുള്ളൂ. ഇനി ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ഫുള്ള് നോക്കുവാണെങ്കിൽ കുറേ ലെങ്ത് ഉള്ള വീഡിയോ ആയിപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.